ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിൻ്റർ സ്പെഷ്യൽ ഗോന്തിൻ്റെ ലഡുവിൻ്റെ വീഡിയോ ആയിട്ട്. അത് ഗോന്ന് എന്ന് പറഞ്ഞാൽ എഡിബിൾ ഗം. അത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വിൻ്ററിലൊക്കെ ഇത് നമ്മൾ കഴിക്കണം കേട്ടോ. ഒത്തിരി ഹെൽത്തി റെസിപ്പി അത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും നടുവേദന, കാലുവേദന, മുട്ടുവേദന, ആർക്കെങ്കിലും എന്തെങ്കിലും ജോയിൻറ്റ് പെയിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ എഡിബിൾ ഗം ഇട്ടിട്ട് നിങ്ങൾ ലഡു ഉണ്ടാക്കി ഒന്ന് കഴിച്ചും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഇത് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ എഡിബിൾ ഗം 100 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ എഡിബിൾ ഗം നമുക്ക് ഓൺലൈൻ ആണെങ്കിലും സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ പർച്ചേസ് ചെയ്യാൻ കിട്ടും. അപ്പോൾ ഞാനാണെങ്കിൽ 250 ഗ്രാം നെയ്യ് എടുത്തിട്ടുണ്ട്. കുറേശ്ശെ ആയിട്ട് വേണം നെയ്യ് ആഡ് ചെയ്തെടുക്കാൻ. നമുക്ക് ഏറ്റവും കൂടുതൽ നെയ്യ് യൂസ് ചെയ്യുന്നത് ഇത് എഡിബിൾ ഗം വറുത്ത് കോരി എടുക്കാൻ വേണ്ടി മാത്രമാണ്. ബാക്കി ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഇത്രയധികം നെയ്യുടെ ആവശ്യം വരത്തില്ല കേട്ടോ നമുക്ക്. അപ്പോൾ ടോട്ടൽ നമുക്ക് 250 ഗ്രാം ഞാൻ നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ കുറേശ്ശെ ഒഴിച്ച് നെയ്യൊക്കെ കഴിയുമ്പോൾ എന്നാലും കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കണേ. അല്ല എല്ലാം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചതിന് ശേഷം വേണം. പിന്നെ ഹൈ ഫ്ലെയിമിലൊന്നും ചൂടാക്കി നെയ്യും ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ കൈ കൊണ്ട് നമുക്ക് തണുത്ത് കഴിയുമ്പോൾ കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കിയാൽ മതി. നന്നായിട്ട് പൊടിച്ച് നോക്കണേ. അപ്പോൾ നന്നായിട്ട് ക്രഷായി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതായിട്ടുണ്ടെന്നാൽ. അല്ല നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുവാണെങ്കിൽ അകത്ത് ഉള്ളു വരെ അത് വറക്കാൻ ഇച്ചിരി താമസം എടുക്കുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ താമസം എടുക്കുമ്പോഴാണെങ്കിൽ ഇത് നമ്മൾ ലഡു ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഇത് പല്ലിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നന്നായിട്ട് വറുത്ത് കോരി എടുക്കണം. എന്നിട്ട് കൈ കൊണ്ടൊന്ന് പൊടിച്ച് നോക്കണേ നന്നായിട്ട് പാകത്തിനത് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇനി ഞാൻ 100 ഗ്രാം ബദാം എടുത്തിട്ടുണ്ട്. 100 ഗ്രാം ഞാനാണെങ്കിൽ അണ്ടിപ്പരിപ്പ് മുഴുവനാണെങ്കിലും ഇങ്ങനത്തെ പൊട്ടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം നമുക്ക് പൊടിച്ചെടുക്കാനുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തേക്കുന്നത്. ഇനി നമുക്കാണെങ്കിൽ 100 ഗ്രാം നമുക്ക് വാൾനട്ട് എടുക്കാം. ഇതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നെയ്ക്കാൻ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് കുറച്ച് അധികം നാൾ നമുക്ക് നിൽക്കും കേട്ടോ. 1 മാസമോ 2 മാസമൊക്കെ നമ്മൾ സുഖമായിട്ട് നമുക്കിത് എൻജോയ് ചെയ്യാൻ പറ്റിയത്, കേടുവരാതെ നമുക്ക് സൂക്ഷിക്കാം കേട്ടോ. പുറത്ത് തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജ് വെക്കേണ്ട ആവശ്യമില്ല. ഒരു അര കപ്പാണെങ്കിൽ ഞാൻ മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. കറുത്തതും മഞ്ഞയും രണ്ടും എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല. അത് എടുത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഇതുപോലെ ഒന്ന് വീർത്ത് വരുവാണെങ്കിൽ ആ സമയം നമുക്ക് വറുത്ത് കോരി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. എഡിബിൾ ഗം നമ്മൾ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഞാൻ 2 കപ്പ് ഞാനാണ് 250 ml കപ്പിന് ഞാൻ 2 കപ്പ് ഞാനാണെങ്കിൽ ലോട്ടസ് സീഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനെ മഖാന എന്നും പറയും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺലൈൻ ഇതുപോലെ എഴുതി മേടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും കേട്ടോ. ഇതൊത്തിരി നല്ല ഗുണമുള്ള സാധനം. ഞാൻ ഏത് സാധനങ്ങൾ ആഡ് ചെയ്യുന്നത് ഇതെല്ലാം നിങ്ങൾ മസ്റ്റായിട്ട് ആഡ് ചെയ്യണം കേട്ടോ. എന്നാലേ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ നിങ്ങൾക്ക്. തണുപ്പ് സമയത്ത് ഇത് തീർച്ചയായിട്ടും കഴിച്ചിരിക്കണം. അപ്പം മഖാനെ നമുക്ക് കൈ കൊണ്ട് പൊടിച്ച് നോക്കണേ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എല്ലാം കാര്യം ചെയ്യാനായിട്ട്. നന്നായിട്ട് പൊടിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് അതായിട്ടുണ്ടെന്നാൽ 100 ഗ്രാം ഞാൻ കൊപ്പറ എടുത്തിട്ടുണ്ട്. തേങ്ങ ഇടല്ലേ. തേങ്ങ ഇടുവാണെങ്കിൽ പെട്ടെന്ന് കേടാവാൻ ചാൻസ് കൂടുതലാണ്. കൊപ്പറ ഇട്ട് കൊടുത്താൽ മതി. 100 ഗ്രാം കൊപ്പറ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ലൈറ്റായിട്ടൊന്ന് ഒത്തിരി ഡാർക്ക് കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. ആ നേരം ആകുമ്പോൾ നമുക്ക് മാറ്റാവുന്ന. നമുക്ക് കുറച്ച് സീഡ്സ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. പംകിൻ സീഡ്സ്, മെലൺ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ് ഇതെല്ലാം 3 ടേബിൾ സ്പൂൺ വീതം വേണേ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആദ്യത്തെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരും കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ നമുക്കത് മാറ്റാവുന്നേ ഉള്ളൂ. ഇതുപോലെ കണ്ട പൊട്ടി വരുന്നത്. ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്നും കരിച്ച് കളയാൻ പാടില്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ഇത് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഇത് ഒരു പാത്രത്തിൽ മാറ്റി കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഞാൻ നെയ്യ് ബാക്കി വെച്ചിട്ടുണ്ട്. നെയ്യ് ചൂടായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ കടൽമാവ് ഇട്ട് കൊടുക്കാം. കടൽമാവ് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുമ്പം നമുക്കാണെങ്കിൽ 250 ഗ്രാം ഞാൻ ഗോതമ്പ് പൊടി, നമ്മൾ ചപ്പാത്തിക്ക് യൂസ് ചെയ്യുന്ന പൊടിയില്ലേ, ആ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 250 ഗ്രാം ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വറുത്ത് കോരി ഞാൻ കാണിച്ചു തരുമായിരുന്നു കേട്ടോ. അത് കാണിച്ചു തരാൻ വിട്ടുപോയതുകൊണ്ട് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ നോർമൽ ചപ്പാത്തിക്ക് എടുക്കത്തില്ലേ, അതിന് എടുത്താൽ മതി. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊരു ബ്രൗണിഷ് കളർ ആയി വരുന്നവരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ബ്രൗണിഷ് കളർ ആയി വരുന്നവരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നാൽ നെയ്യ് ഇച്ചിരി എനിക്ക് കുറവാണെന്ന് തോന്നുമ്പോൾ 2-3 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത്രയും നെയ്യുടെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. നമുക്ക് എക്സ്ട്രാ ഒത്തിരി നെയ്യുടെ ആവശ്യമൊന്നും വരത്തില്ല അതിനകത്ത്. അപ്പോൾ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നെയ്യ് എക്സ്ട്രാ ആഡ് ചെയ്യണ്ടെങ്കിൽ ഇത്ര നെയ്യും കൊണ്ടാണെങ്കിലും ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനാണെങ്കിൽ ഇപ്പോൾ വിൻ്ററിനൊക്കെ കഴിക്കുന്നില്ല. അപ്പോൾ ഇച്ചിരി അധികം നെയ്യാണെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ എക്സ്ട്രാ നെയ്യ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ നന്നായിട്ട് നമുക്കൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് മാവ് വെന്ത് വരാൻ വേണ്ടി റോസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം പിടിക്കും കേട്ടോ. അത്രയേ ഉള്ളൂ. ഒരു 10-15 മിനിറ്റിന് സമയം പിടിക്കും. അപ്പോൾ അതേ നമുക്ക് ആ നേരം കൊണ്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചോളൂ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിർബന്ധമില്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇപ്പം അല്ലാതെ തന്നെ ഉള്ള നെയ്യും കൊണ്ട് തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ കണ്ടോ, ഇപ്പോൾ ഒരു നല്ലൊരു കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഒരു ഇച്ചിരി കൂടെ ആവട്ടെ. എന്നിട്ട് അത്രയും നേരം ഒന്നും കൂടെ ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് ഒരു സാധനം കൂടെ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. ഇതിനകത്ത് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ കളർ ചേഞ്ചായി വന്നു കഴിയുമ്പോൾ ഇപ്പോൾ കണ്ടോ നല്ലൊരു ഡാർക്കിഷ് കളർ വന്നിട്ടുണ്ട്. ഇതിനകത്ത് 2 ടേബിൾ സ്പൂൺ നമുക്ക് കസ്കസ് ആഡ് ചെയ്ത് കൊടുക്കാം. പോപ്പി സീഡ്സ് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്തെടുക്കാം.
നന്നായിട്ട് ഇതും കൂടെ ഒന്ന് നമുക്കൊന്ന് അതിൻ്റെ കൂടെ തന്നെ ലാസ്റ്റ് ആയി കഴിയുമ്പോൾ ചെയ്താൽ മതി കേട്ടോ. അധികം സമയം പിടിക്കത്തില്ല കേട്ടോ ഇതായി വരാനായിട്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ എപ്പോഴാണ് നമുക്ക് നിർത്തേണ്ട സമയം വരുന്നത് ആ സമയത്ത് ഇതും കൂട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് തണുത്ത ഡ്രൈ ഫ്രൂട്ട്സ്, എഡിബിൾ ഗം ഇതെല്ലാം നമുക്ക് മിക്സി ജാറിലിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഞാനാണെങ്കിൽ ഇച്ചിരി നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ മോനാണെങ്കിൽ കഴിക്കത്തില്ല കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും, ഭയങ്കര പാടാണ് അവനെ എന്തെങ്കിലും കഴിപ്പിക്കാനായിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാം ഫൈനായിട്ട് പൊടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇച്ചിരി ക്രഞ്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും, കടിക്കാനൊക്കെ കിട്ടുമല്ലോ. നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നെയ്ക്കകത്ത് റോസ്റ്റ് ചെയ്തേലേ, അപ്പോൾ നല്ലൊരു ക്രഞ്ചി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ എഡിബിൾ ഗം നമുക്കാണെങ്കിൽ വേണമെങ്കിൽ ഒരു കട്ടോരി വല്ലതും വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുത്താലും മതി. ഞാൻ മിക്സി ജാറിലിട്ട് മോൻ്റെ കാര്യം പറഞ്ഞല്ലോ, അവനാണെങ്കിൽ കഴിക്കത്തില്ല ഒന്ന് വായി വന്നാൽ, അതുകൊണ്ട് എല്ലാം മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. ഫൈനായിട്ട് എല്ലാ സാധനവും എഡിബിൾ ഗം പൊടിച്ചെടുത്തിട്ടുണ്ട്, മഖാന പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ തേങ്ങ ചിരകി ഇത് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട് എല്ലാ സാധനങ്ങൾ. ഇത് നമുക്കാണെങ്കിൽ ഒരു 8-10 ഏലക്കയും പിന്നെ ഒരു കഷ്ണമാണെങ്കിൽ ജാതിക്കയും എടുത്തിട്ടുണ്ട്, അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നമുക്കാണ്ട് ഈ ഇതൊക്കെ മസാലകളൊക്കെ നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒരു നിർബന്ധമില്ല. നിങ്ങൾ ഏലക്കയും ജാതിക്കയും പിന്നെ ചുക്കുപൊടിയും ഇത്രയും ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഇത് തണുപ്പ് സമയമാകുമ്പോൾ ഇതെല്ലാം കിട്ടും കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഇട്ട് കൊടുത്തേക്കുന്നത്. ഗൺഠോഡ പൗഡർ, മുസ്ലി പൗഡർ, പിന്നെ കാട്ട്ലൂ പൗഡർ, പിന്നെ ആണെങ്കിൽ ഡ്രൈ ജിഞ്ചർ പൗഡർ, കാർഡമൺ പൗഡർ, പിന്നെ നട്ട്മേഗ് പൗഡർ, ഇതെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഏലക്കയും ജാതിക്കയും ഒരു ടീസ്പൂണേ ഉള്ളൂ, ബാക്കിയെല്ലാം 2 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൊണ്ട് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷമാണെങ്കിൽ ഞാനാണെങ്കിൽ ഗോതമ്പ് റോസ്റ്റ് ചെയ്ത് വെച്ചില്ലായിരുന്നു, നമ്മൾ നെയ്ക്കകത്ത് വറുത്ത് വെച്ച്, അതും അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനാണെങ്കിൽ ശർക്കര 350 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ അതിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. നൂൽപ്പാകോ അതൊന്നും ആക്കേണ്ട ആവശ്യമില്ല. അതിന് മുന്നേ നമുക്കെല്ലാം നമ്മൾ ഇട്ടുന്ന സാധനങ്ങൾ അതിൽ നിന്നാണ് ആദ്യം മിക്സാക്കി എടുക്കുക നന്നായിട്ട്. അതിന് ശേഷം ഇപ്പോൾ തവിയും കൊണ്ട് ഇളക്കണേ. നമ്മൾ ശർക്കര ഉരുക്കി ഭയങ്കര ചൂടല്ലേ, കൈയൊക്കെ പൊള്ളാൻ ചാൻസ് കൂടുതലാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് വേണേ ചെയ്യാൻ. പക്ഷേ ഒത്തിരി തണുത്ത് പോകാനും പാടില്ല. ചെറിയ ചൂടുള്ളപ്പോൾ തന്നെ നമുക്ക് ഇതിനെ ലഡു റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതേ ഇതാണെങ്കിൽ നന്നായിട്ട് മിക്സാക്കി എടുത്തേ. നടുക്ക് ഭാഗത്തൊക്കെ നല്ല ചൂടുണ്ട് കേട്ടോ, ശർക്കരയുള്ള ഭാഗമൊക്കെ. അപ്പോൾ അതും തവിയും കൊണ്ട് നമുക്കൊന്ന് ഇളക്കി കട്ടയൊക്കെ ഒന്ന് ഉടച്ച് ഒന്ന് ഇച്ചിരി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കൈയൊക്കെ തൊടാൻ പാകത്തിനാവുമ്പോൾ നമുക്ക് ഇതിൽ ലഡു റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. എന്നും രാവിലെ എണ്ണിക്കുമ്പോൾ ഒരു ലഡു നമ്മൾ കഴിച്ചാൽ മതി കേട്ടോ. പിന്നെ മൊത്തം ദിവസം കഴിക്കാൻ പാടില്ല, ദിവസത്തിൽ ഒരു വട്ടമേ കഴിക്കാവുള്ളൂ. പിന്നെ ആണെങ്കിൽ രാവിലെ കഴിക്കണം. എന്ന് വെച്ചാൽ മൊത്തം ദിവസം ഇതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും ഇപ്പോൾ ദഹിക്കാനൊക്കെ കുറച്ച് സമയം നമ്മൾ ഇത്ര ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടില്ലേ, അപ്പം മൊത്തം ദിവസം നമ്മൾ പണി എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് ഇത് ഡൈജസ്റ്റ് ആവുകയും ചെയ്യും, നമ്മുടെ ശരീരത്തിൽ ഇതൊക്കെ പിടിക്കുകയും ചെയ്യും. രാത്രി കഴിച്ചിട്ട് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല, അത് പിന്നെ ആണെങ്കിൽ വെറുതെ ഒരു വേസ്റ്റായി പോത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വെറും വയറ്റിൽ നമ്മൾ ഒരു ലഡു വീതം എന്നും കഴിക്കുക. അപ്പോൾ ഈ ലഡു തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുന്നതൊക്കെ നല്ല ഹെൽത്തി റെസിപ്പിയാണ്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറയുന്ന കൂട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോസ് ഉണ്ടാക്കി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യുന്നതും കമൻറ്റിലൂടെ അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.